ഏഷ്യൻ തമിഴകത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് തിണകൾ അല്ലെങ്കിൽ തിനൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിനകളെ പറ്റിയുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. PSC അതുപോലെ മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് തിനകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതെല്ലാമാണ് ഏഷ്യൻ തമിഴകത്തിൽ, പ്രാചീന തമിഴകത്തിൽ ഉണ്ടായിരുന്ന തിനകളെന്നും അതിന്റെ പ്രത്യേകതകളും നോക്കാം. 5 തിനകളാണ് പ്രാചീന തമിഴകത്ത് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ തിനയാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. കുറിഞ്ചി എന്ന് പറയുന്നത് ഒരു ഹില്ലി ഏരിയ ആണ്. അപ്പോൾ കുറിഞ്ചി എന്ന് പറയുന്ന തിണയുടെ പ്രത്യേകത എന്താണ്? അതൊരു മലയോര മേഖലയാണ്, ഹില്ലി റീജിയൻ ആണ്. അപ്പോൾ അവിടുത്തെ ആളുകളുടെ തൊഴിൽ എന്തായിരിക്കും? പ്രധാനമായി അല്ലെ, ഹില്ലി ഏരിയ ആകുമ്പോൾ ഒരു വനം പ്രദേശമായിരിക്കും, അതായത് കാടൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഹണ്ടിങ്, ഗ്യാതറിംഗ് പോലുള്ള പ്രാചീന പ്രവർത്തനങ്ങളിലാണ് അവിടുത്തെ ജനങ്ങൾ ഏർപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ പ്രാചീന ഉപജീവന കൃഷിയിലെ ഒരു പ്രധാനപ്പെട്ട രീതിയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത്. അതായത് സ്ഥാനാന്തര കൃഷി എന്ന് പറയും. ഒരു കാട് വെട്ടിത്തളിച്ച് അത് തീയിട്ട് അതിന്റെ ചാരത്തിൽ വീണ്ടും കൃഷി ചെയ്യുന്ന രീതിയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അപ്പോൾ പ്രാചീന തമിഴകത്തിലെ ഒന്നാമത്തെ തിനയായ കുറിഞ്ചി എന്ന് പറയുന്നത് ഒരു മലയോര മേഖലയാണ്. അവിടുത്തെ ജനങ്ങളുടെ തൊഴില് വേട്ടയാടലും ശേഖരണവും അതുപോലെ തന്നെ ഈ സ്ഥാനാന്തര കൃഷി അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ്. രണ്ടാമത്തെ തിന എന്ന് പറയുന്നത് ഇത് കുറിഞ്ചി കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്ന ഭാഗത്ത് പുൽമേടുകളാണ്. രണ്ടാമത്തെ തിനയുടെ പേര് മുല്ലൈ എന്നാണ്. മുല്ലയിലെ ഫിസിയോഗ്രഫി അല്ലെങ്കിൽ അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ്? ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ പുൽമേടുകളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ തൊഴിൽ എന്തായിരിക്കും? കാറ്റിൽ റയറിംഗ് ആണ്. അതായത് കന്നുകാലി വളർത്തലും അതിന്റെ മേലുമൊക്കെയാണ് അവിടുത്തെ ജനങ്ങൾ ഏർപ്പെട്ടിരുന്ന തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ തിന ഏതാണ്? മുല്ലയാണ്. മുല്ലയിലെ ജനങ്ങൾ ഏത് തൊഴിൽ ഏർപ്പെട്ടിരുന്നു? കാറ്റിൽ റയറിംഗ് അല്ലെങ്കിൽ കന്നുകാലി വളർത്തലും അതിന്റെ കന്നുകാലി മേയ്ക്കലുമാണ്. കാരണം അവിടുത്തെ റീജിയൻ അല്ലെങ്കിൽ അവിടുത്തെ ഭൂപ്രകൃതി ഗ്രാസ് ലാൻഡ്സ് പുൽമേടുകളാണ്. മൂന്നാമത്തെ തിനയാണ് പാലൈ എന്ന് പറയുന്നത്. അപ്പോൾ കുറിഞ്ചി, മുല്ലൈ, പാലൈ. പാലൈ എന്ന് പറയുന്നത് ഡ്രൈ ലാൻഡ് ആണ്, വരണ്ട നിലമാണ്. വരണ്ട നിലം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് പ്രത്യേകം ഒരു തൊഴിലിൽ ഏർപ്പെടാനൊന്നും സാധിക്കുന്നില്ല. അതിനാൽ അവർ മുല്ലൈ എന്ന് പറയുന്ന മേഖലയിലുള്ള കന്നുകാലികളെയൊക്കെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. സോ അവിടുത്തെ ഒക്യുപ്പേഷൻ എന്താണ്? സ്റ്റീലിംഗ് കാറ്റിൽസ്. അപ്പോൾ മൂന്നാമത്തെ തിന ഏതാണ്? പാലൈ. പാലൈ എന്ന് പറയുന്നത് ഡ്രൈ ലാൻഡ്, വരണ്ട നിലമാണ്. അവിടുത്തെ ആളുകളുടെ തൊഴിൽ എന്ന് പറയുന്നത് കന്നുകാലികളെ മോഷ്ടിക്കുക അല്ലെങ്കിൽ സ്റ്റീലിംഗ് കാറ്റിൽസ് ആണ്. നാലാമത്തെ തിന, ഏഷ്യൻ തമിഴകത്തിലെ നാലാമത്തെ തിനയാണ് മരുതം. അപ്പോൾ കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം. ഈ മരുതം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ആണ്, ചതുപ്പ് നിലമാണ്. ചതുപ്പ് നിലങ്ങൾ പ്രധാനമായും നെൽകൃഷി, കരിമ്പ് കൃഷി മുതലായവയ്ക്കൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പോൾ കരിമ്പ്, നെല്ല് മുതലായ കാർഷിക വിളകളാണ് മരുതം എന്ന് പറയുന്ന തിനയിൽ ആളുകൾ ഏർപ്പെട്ടിരുന്ന കാർഷിക രീതി അല്ലെങ്കിൽ അവിടുത്തെ തൊഴിൽ എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. അതിൽ നെല്ല്, കരിമ്പ് മുതലായവയാണ് അവരവിടെ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ഒന്നുകൂടി, കുറിഞ്ചി ഹില്ലി ഏരിയ മലയോര മേഖല, മുല്ലൈ പുൽമേടുകൾ ഗ്രാസ് ലാൻഡ്സ്, പാലൈ ഡ്രൈ ലാൻഡ്സ് വരണ്ട നിലം, മരുതം ചതുപ്പ് നിലങ്ങൾ ആണെന്നും മനസ്സിലാക്കുക. ഇനി ഫൈനലി ഏറ്റവും ലാസ്റ്റ് തിന എന്ന് പറയുന്നത് നെയ്തലാണ്. നെയ്തൽ എന്ന് പറയുന്നത് കോസ്റ്റൽ റീജിയൻ ആണ്. നെയ്തൽ കോസ്റ്റൽ റീജിയൻ ആണ്, തീരപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളുടെ തൊഴിൽ എന്ന് പറയുന്നത് മത്സ്യബന്ധനവും അതുപോലെ തന്നെ ഉപ്പ് നിർമ്മാണവുമാണ്. ഫിഷിംഗ് ആൻഡ് സോൾട്ട് പ്രൊഡക്ഷൻ ആണ് നെയ്തലിലെ ആളുകളുടെ ഒരു തൊഴിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവ 5ഉമാണ് പ്രാചീന തമിഴകത്തിൽ നിലനിന്നിരുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളായ തിനകൾ എന്ന് പറയുന്നത്. 5 തിനകളാണുള്ളത്. കുറിഞ്ചി മലയോര മേഖല, മുല്ലൈ പുൽമേടുകൾ, പാലൈ ഡ്രൈ ലാൻഡ്സ് വരണ്ട നിലങ്ങൾ, മരുതം വെറ്റ്ലാൻഡ്സ് ചതുപ്പ് നിലങ്ങൾ, നെയ്തൽ തീരപ്രദേശം കോസ്റ്റൽ റീജിയൻ. ഓക്കെ.